എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ പാരൻസ് ആണെങ്കിൽ, നിങ്ങൾ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത, നിങ്ങൾ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട് പഠിക്കാൻ വേണ്ടി. പക്ഷേ ഈ മൊബൈൽ ഫോണിൽ കൂടി അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ. ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരതിൽ ആരുടെയൊക്കെ കൂടെ സംസാരിക്കുന്നു, ആരൊക്കെയായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? പല പാരൻസിനും അതിനുള്ള സമയമില്ല. ഞാനിത് പറയാൻ കാരണം, എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ചാനലിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, ഇത് യൂട്യൂബിൽ എത്ര പേർക്ക് ഈ വിഷയം അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം ആൾക്കാർ അറിഞ്ഞൊരു വിഷയമാണ് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ. ഹക്കീം എന്നാണ് ആ പ്രൊഫൈൽ റൺ ചെയ്യുന്ന ആളുടെ പേര്. ഹക്കീം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പയ്യനെക്കുറിച്ച്. മുഹമ്മദ് നൈസൽ എന്നാണ് ഒരു പേര്. ഈ മുഹമ്മദ് നൈസൽ ഒരുപാട് പെൺകുട്ടികളെ ചീറ്റ് ചെയ്തിട്ട് അവരുടെ വീഡിയോകൾ വാങ്ങിച്ച്, അവരിൽ നിന്നും കാശ് വാങ്ങിച്ച് ആ വീഡിയോകൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇതാണ് വിഷയം. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നൈസൽ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കണം, ഈ പറയുന്ന ഹക്കീമിൻ്റെ ചാനൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. ഹക്കീമിൻ്റെ വീഡിയോ നിങ്ങൾ ഹക്കീമിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാര്യം അതിനകത്ത് മ്യൂസിക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ അതിവിടെ പ്ലേ ചെയ്യുന്നില്ല. എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ചാനലിനകത്ത്, പ്രൊഫൈലിനകത്ത് ആ വീഡിയോ കിടപ്പുണ്ട്. മുഹമ്മദ് നൈസൽ ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് അവൻ എന്തൊക്കെയോ പ്രൂഫുകൾ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് പ്രൂഫുകൾ നിങ്ങൾക്ക് കാണിക്കാം. ഈ പറയുന്ന പെൺകുട്ടികൾ പല ആൾക്കാരും ഒന്നും രണ്ടൊന്നും അല്ല, ആ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അവൻ്റെ മൊബൈലിൽ ഐഫോൺ ആണെന്നാണ് പറയുന്നത്. അവൻ്റെ മൊബൈലിൽ 1800ഓളം വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർഷങ്ങളായിട്ട് ഇവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. ഇവൻ മിസ്റ്റർ ഇന്ത്യയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നൊരുത്തനാണ്. അതുകൊണ്ട് തന്നെ ആ ഫീൽഡിലുള്ള പെൺകുട്ടികളുണ്ടാവാം, അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഇവൻ പരിചയപ്പെടുന്ന പെൺകുട്ടികളുണ്ടാവാം. അങ്ങനെ പല 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 പെൺകുട്ടികളുടെ വീഡിയോകളാണ് ഇവൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കെന്തായാലും ഇവന് പറയാനുള്ളത്, ആദ്യം ഈ മുഹമ്മദ് നൈസൽ ആരാണെന്ന് അറിയണമല്ലോ. ഇവന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കാസറ്റ് ഇൻസ്റ്റാഗ്രാം എന്ന് പേരുള്ള ഹക്കീം എന്നുള്ള ഒരാൾ ഒരു ഓൺലൈൻ സ്കാമുമായിട്ട് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ AI ഫോട്ടോസും എന്തൊക്കെയോ എൻ്റെ ന്യൂഡ് ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എന്നെ ഭയങ്കരമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. എൻ്റെ ഒരു ചോദ്യം മുഹമ്മദ് നൈസലിനോട്, ഈ ഹക്കീമിന് മുഹമ്മദ് നൈസലിനെ നേരത്തെ അറിയാമോ? ഫോട്ടോസ് ഉണ്ടാക്കി അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് പിന്നെ ശത്രുക്കളായ ആൾക്കാരാണോ? അത് നിങ്ങൾ പറയുന്നില്ല. ബാക്കി എന്റെ ഫെയിം നശിപ്പിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അവന് 50,000 രൂപ കാശ് വേണം എന്നുള്ള രീതിക്കാണ് അവന്റെ ബ്ലാക്ക്മെയിൽ. ഹക്കീം എനിക്ക് വാട്സപ്പ് ത്രൂവും ഇൻസ്റ്റാഗ്രാം ത്രൂവും അയച്ചിട്ടുള്ള കുറച്ച് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. അതിൽ എന്റെ ഫാമിലിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, എന്റെ ഫെയിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, എന്റെ ഒഫീഷ്യൽ പേജിലൊക്കെ പോയിട്ട് ഒരുപാട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുന്ന അതിന്റെ മോനെ ഒരു ദീപിന്റെ കുറച്ച് പൈസ കൊടുത്തല്ലേ നീ, മനസ്സിലായോ? അതാകുമ്പോ പരിപാടി കിടക്കും. എന്നിട്ട് അൺബ്ലോക്ക് ചെയ്യാൻ നിനക്ക് ഞാൻ സ്റ്റോറി ഇടാം. എനിക്ക് ആമ്പിള്ളേരെ വീഡിയോ ഇടുന്നു, പൊട്ടിക്കുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നമ്മളെ ഐഡിയ പോലെ. ഇതൊക്കെ മതി, ഇതിൽ തന്നെ തീരുചി. മേലാൽ പൊന്തുലിഞ്ഞത് ആ ലെവലാക്കി തരാം. ഓക്കെ, അവൻ കേരളത്തിലാണോ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അവനെതിരെ ലീഗലി ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആക്ഷൻ എടുത്ത് വരാൻ വേണ്ടിയിട്ട് ടൈം ആവും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഹക്കീമിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കണം എന്നാണ് ഇവൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഇവന് വേണ്ടി സംസാരിച്ച ഒരു വിഷയം, ഹക്കീമിൻ്റെ അക്കൗണ്ട് പൂട്ടണമെന്ന് പറഞ്ഞ് സംസാരിച്ചൊരു വിഷയം, അതിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് ഫുള്ള് ഇവൻ അഗെയിൻസ്റ്റ് തന്നെയാണ്. അതായത് ഇവൻ പറയുന്നുണ്ട് 50,000 രൂപയോളം കാശ് ചോദിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രൂഫൊന്നും അവൻ വെച്ചിട്ടുമില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം എക്സ്പോസ് ചെയ്യുമ്പോൾ, ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കണമല്ലോ. അയാൾ ചാറ്റ് ചെയ്തു, സംസാരിച്ചു, അല്ലെങ്കിൽ തെറി പറഞ്ഞു, സംഭവങ്ങളൊക്കെ ഓക്കെ. 50,000 രൂപ ചോദിച്ചെങ്കിൽ ആ 50,000 രൂപയുടെ പ്രൂഫ് എവിടെ? ചോദിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എവിടെ? കാണിച്ചിട്ടില്ല. നമുക്ക് ഇവൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓടിച്ചു നോക്കാം. അതിൽ ചോദിക്കുന്നത്, ഇതിൽ എവിടെയാണ് 50,000 രൂപ ചോദിക്കുന്നത്? അവൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ എന്താ അത് കാണിക്കാത്തത്? അവനത് കാണിക്കില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവൻ്റെ കമൻറ്റ് ബോക്സ് എല്ലാം അങ്ങനെ ത്രിവർണ്ണ പഞ്ചവർണ്ണ ത്രിലോക പതാക
ഹക്കീം ഒന്നും ചുമ്മാ പറയാറില്ല, ഒന്നുമില്ലാതെ ഹക്കീം ഇറങ്ങില്ല, അതെ ക്യാഷ് കിട്ടുമെന്ന് അറിഞ്ഞ് തന്നെയാണ് ഇറങ്ങിയത്. ആ ക്യാഷിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടില്ല. ഇവൻ ആക്ച്വലി എന്താ പറയുക, ഹക്കീമിന് അങ്ങോട്ട് 50,000 രൂപ ഓഫർ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ അക്കൗണ്ടിൽ നിന്ന് ഈ പർട്ടിക്കുലർ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി 50,000 രൂപ ഇവൻ അങ്ങോട്ട് ഓഫർ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കുറേയധികം കഥകൾ കേട്ടിട്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇവൻ്റെ പരിപാടി ഇതാണ്. ഇവൻ ഈ പറയുന്ന മോഡലിങ്ങിൻ്റെ മറവിൽ അവൻ മോഡലാണ്, ഗ്ലാമർ താരമാണ് എന്ന ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇവൻ പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ മേടിക്കുക, അത് വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, കാശ് മേടിക്കുക. ഇതൊക്കെ ഞാൻ തെളിവ് തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ കമൻറ്റ് ബോക്സ്. ഇനി നമുക്ക് ഇവൻ്റെ വൈഫ് ഹക്കീമിൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നൈസലിൻ്റെ പരിപാടി എന്ന് പറയുന്നത് പരിചയപ്പെടുന്ന പെൺപിള്ളേരോടെല്ലാം ഇവൻ മാരിഡ് ആണെന്ന് മിക്കവാറും ആൾക്കാരുടെ മാരിഡ് ആണെന്ന് പറയത്തില്ല. ഇനി അഥവാ മാരിഡ് ആണെന്ന് പറഞ്ഞാൽ വൈഫിനെ കുറിച്ച് ഇവൻ കുറ്റമായിരിക്കും പറയുന്നത്. നമുക്ക് എന്തായാലും വൈഫിൻ്റെ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജുവൽ ഷൈൻ എന്നാണ് വൈഫിൻ്റെ പേര്. ഇവനെ മാരി ചെയ്ത അൺലക്കി പേഴ്സൺ ഞാനാണ്. ഈ നാറിയുടെ മാസ്ക് വലിച്ചു കീറി എല്ലാവരും ഇവനെ പൂട്ടിക്ക്. ഒരുപാട് പെൺകുട്ടികൾ രക്ഷപ്പെടട്ടെ. ഇനിയെങ്കിലും ഇവനെ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. ഒരിക്കലും അടുപ്പിക്കാൻ പറ്റാത്ത ഒരു തേർഡ് റേറ്റ് പ്ലേ ബോയാണിവൻ. സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. ഇവൻ മാത്രമല്ല, ഇവൻ്റെ മദർ, സിസ്റ്റർ, അവരുടെ ഹസ്ബൻഡ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മീൻസ് കൂട്ടിക്കൊടുപ്പ്. ഇവൻ പരിചയപ്പെടുന്നത് കൂടാതെ പെൺകുട്ടികളെ കണക്ട് ചെയ്ത് കൊടുക്കലാണ് അവരുടെ പണി. സോ ആരും പോയി ഇനി വീഴണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവയർനെസ് വീഡിയോ തന്നെയാണ്. നിങ്ങളുടെ മക്കളോട്, ഓരോ പെൺകുട്ടികളോടും പറയുക, ഇത്തരം ആൾക്കാർ നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലുകളിൽ വരുമ്പോൾ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കാൻ പറയുക. കാര്യം അത്രമാത്രം പെൺകുട്ടികളാണ് ഇവൻ ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിനി വേറെ കുറച്ച് സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരാം. ഇവൻ ഓരോ പെൺകുട്ടികൾക്ക് അയക്കുന്ന മെസ്സേജുകളാണ്. ഒരു മോഡലായി നിൽക്കുന്ന ഒരു പയ്യൻ, അതായത് അത്യാവശ്യം കാണാൻ ലുക്കുള്ളൊരു പയ്യൻ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ എന്താ പറയുക, ചാടാൻ വേണ്ടി നിൽക്കുന്നവർക്കൊരു ഉന്ത് വെച്ച് കിട്ടുന്ന ഒരു ഫീലാണ്. ഒരു അഫെയർ വേണം പറഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയിലേക്ക് ഒരുത്തനും വന്നിട്ട് മെസ്സേജ് അയക്കുവാണ്, നീ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ നിൻ്റെ ലിപ്പ് കൊള്ളാലോ, അത് കൊള്ളാലോ, ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ എന്താ, ഇവൻ അത്യാവശ്യം ഹാൻസം ആണ്, അങ്ങനെയുള്ള ഒരാൾ, ഒരു മോഡലാണ്, ഒരു ആക്ടറാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക് ഒരു അട്രാക്ഷൻ തോന്നും. ഇവർ തമ്മിൽ സംസാരിച്ച് തുടങ്ങും, അത് പിന്നെ റിലേഷനിലെത്തും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു രീതി ഉണ്ടല്ലോ, എന്ത് ചോദിച്ചാലും അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് അത് പണിയായി എന്ന് മനസ്സിലാവുമ്പോഴാണ് പെട്ടു എന്നറിയുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് പല പെൺകുട്ടികൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. 1800ഓളം പെൺകുട്ടികളുടെ വീഡിയോകൾ ഇവൻ്റെ മൊബൈലുണ്ടെന്നാണ് പറയുന്നത്. ഇവൻ്റെ കഴിവാണോ അതോ കഴിവ് വേറെ വല്ലതുമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇത് കുറേ ഉണ്ട്, ചാറ്റ്സ് കുറേ. ഇത് ഓരോന്നും ഓരോ പെൺപിള്ളേരോട് ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചാറ്റിൻ്റെ രീതികൾ മാത്രമല്ല, കാശ് മേടിക്കുന്നത്, ഇവൻ കാശ് ചോദിക്കുന്ന പരിപാടിയുണ്ട്, അതിലേക്ക് വരാം. ഇതെല്ലാം അവൻ്റെ ചാറ്റ്സ് ആണ്. ഇവൻ ഓരോ പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം അവൻ്റെ ചാറ്റ്സ് ആണ്, വാട്സപ്പ് ചാറ്റുകൾ. ഓരോ പെൺകുട്ടികൾ അയച്ചു കൊടുക്കുന്ന വീഡിയോകൾ, അതായത് ഒരു പെൺകുട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പിള്ളേർ ചെയ്തേക്കുന്നത്. അവർ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. കാരണം തൻ്റെ ശരീരം അത്രയും പവിത്രമാണ് എന്ന് ചിന്തിച്ചിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നൊരു നാടാണ് നമ്മുടെ കേരളം. ആ നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കുമ്പോൾ ശരിക്കും ലജ്ജ തോന്നുകയാണ്. സീരിയസ്ലി ലജ്ജ തോന്നുകയാണ്. ഒരുത്തൻ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുത്തൻ കൊടുക്കാനായിട്ട് ആ വീഡിയോസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിനകത്തൊരു പെൺകുട്ടി പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് നൈസൽ എന്ന് പറയുന്നവന് ഇവൻ്റെ ലിസ്റ്റിൽ ഒരു പെങ്കൊച്ചാണ് ഞാൻ. ലിസ്റ്റിലെ പെങ്കൊച്ചായിരുന്നു ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. 1000ഓളം പെൺപിള്ളേരിൽ ഒരാൾ മാത്രമായിരുന്നു ഞാനെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവന് ഓർമ്മയുണ്ടാവില്ല. ആരാണെന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. ഇതാരാ ഇതൊന്നും ചിന്തിക്കും, കാരണം അത്രയ്ക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ എനിക്കിത്രേ പറയാവുള്ളൂ, എനിക്കിപ്പം ഒരു പരിധി കഴിഞ്ഞ് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്നെ മനസ്സിലേ വേദനിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ പല പെൺകുട്ടികളെ അവൻ ഫിനാൻഷ്യലിയും സെക്സ്വലിയും ഫിസിക്കലിയും ഒക്കെ അബ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ എന്താ പറയുക, യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയിട്ട് വല്ല യൂസ് ചെയ്ത് ഒരു ചെറ്റയാണ് അവൻ. അപ്പോൾ അവൻ്റെ ട്രാപ്പിൽ ഇനി ഒരു പെണ്ണ് ചെന്ന് വീഴരുത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 1000 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും, 1000 പെണ്ണുങ്ങൾ അവൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും 1001ാമതൊരു പെങ്കൊച്ച് പോയി വീഴരുത്. അത്രേ എനിക്കുള്ളൂ. അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറയുന്നതും ഇത്രയും ചെയ്തതും. കാരണം എന്താ പറയുക, ഒരുപാട് വിഷമമുണ്ട്. കാരണം ഒരു എന്താ പറയുക, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ വെറും യൂസ് ചെയ്യുമായിരുന്നു. നമ്മൾ അവരുടെ നേരം പോക്കിൽ ഒന്നും മാത്രമായിരുന്നു അറിയുമ്പോൾ ഉള്ളൊരു വിഷമം. അതുകൂടാതെ തന്നെ ഇത്രയും പെൺകുട്ടികളെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരുത്തൻ, അവന് പ്രായ വ്യത്യാസം ഒന്നുമില്ല. 17 മുതലായിക്കോട്ടെ, 40 മുതലായിക്കോട്ടെ, 45 വരെ ഉള്ളവരെ വരെ അവൻ്റെ ലിസ്റ്റിലുണ്ട്.
ഫോട്ടോസും ഉണ്ട്, വീഡിയോസും ഉണ്ട്. അപ്പം ഇങ്ങനൊരു ഫ്രോഡ്, ഇങ്ങനൊരു വൃത്തികെട്ടൊരു നശിച്ച ജന്തു, അവൻ എന്താ പറയുക, അവൻ എന്താ പറയുക, ഭൂമിക്ക് ഭാരമാണ്. ആർക്കും അവനെ കൊണ്ടൊരു പ്രയോജനമില്ല. അവന് ജീവിതത്തിൽ വേണ്ടത് പൈസയാണ്. അതിന് ആരെ അവൻ പറ്റിക്കും, ആരെ അവൻ യൂസ് ചെയ്യും. അവൻ ആരോടും സ്നേഹമില്ല അവനോടല്ലാതെ. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ. ഈ എന്താ പറയുക, ഈ ബുദ്ധിയില്ലാത്ത കുറേ ഇവൻ കാണിക്കുന്ന ഗ്ലാമറും ഇവൻ്റെയൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്ന ആ ഒരു ലാവിഷ് ലൈഫും ലക്ഷറിയൊക്കെ കണ്ട് ചെന്ന് വീഴരുത്. ഇവൻ വെറും ഫ്രോഡാണ്. ഇവൻ മാത്രമല്ല, അവൻ്റെ വീട്ടുകാരും ഫ്രോഡാണ്. ഇനി നാളെ ഒരു പെങ്കൊച്ചിന് ഇത് സംഭവിക്കരുത്. ഇപ്പം അവൻ്റെ വൈഫിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവൻ ഈ ചീറ്റ് ചെയ്ത പെൺപിള്ളേർക്ക് എല്ലാവർക്കും ആയിക്കോട്ടെ, എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെ. നാളെ വേറൊരു പെങ്കൊച്ച് ഇവൻ്റെ വലയിൽ പോയി വീഴരുത്. അത്രേ ഉള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്തിപ്പോൾ പല പെൺകുട്ടികളും പെട്ട് നിൽക്കുകയാണ്. ഇവനിപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഈ വിഷയം പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ എല്ലാം ഫോട്ടോസും വീഡിയോസും ഇവൻ പുറത്ത് വിടുന്നതാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇവൻ്റെ കയ്യിൽ ഫോട്ടോസും വീഡിയോസൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇത് പുറത്ത് വന്ന് പറഞ്ഞേക്കുന്നത്. ഓയോയിൽ ബുക്ക് ചെയ്തത്, ഓയോ ബുക്കിംഗ് ഈസ് കൺഫേംഡ്. ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ചാറ്റ്. കാണുമ്പോൾ അറപ്പ് തോന്നുന്ന ലെവലുള്ള വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. ആലോചിച്ച് നോക്കി. പൈസ 8400, 10,000, 17,200, 5,500, 12,700, 10,174. ഈ ചില്ലറ കണക്ക് എനിക്ക് മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത്. 9,874. ഇതെല്ലാം ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നതാണ്. 22,100, 20,000, 11,900, 600, 7,145, 4,922. ഇങ്ങനെ കുറേ കണക്കുകൾ. 5,200. നല്ല എമൗണ്ട് ഇവൻ ഓരോരുത്തരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവനാണ് ആ വീഡിയോയിൽ വന്നിരുന്നിട്ട് കുമ്പസരിക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി എൻ്റെ AI ഫോട്ടോ, AI വീഡിയോ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഹക്കീം ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഒരുത്തൻ കുറേ വർഷങ്ങളായിട്ട് കുറേ അധികം പെൺപിള്ളേരെ ഇങ്ങനെ ചീറ്റ് ചെയ്ത് അവരുടെ നഗ്ന വീഡിയോസ് മേടിച്ചിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അവൻ്റെ ഭാര്യ വന്ന് പബ്ലിക്കിൽ പറയുന്നു ഇവൻ ഫ്രോഡാണ് എന്നുള്ളത്. ഇവൻ്റെ ഫാമിലി മൊത്തത്തിൽ ഫ്രോഡാണെന്ന് പറയുന്നു. ഇവനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. ഇവൻ്റെ റിലേഷനിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ പല സ്ഥലങ്ങളിലാണ്. ഇവനിതെല്ലാം പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ അത്രയധികം വാച്ച് ചെയ്യണം, കെയർ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് എടുക്കുക. ഇവനെപ്പോലുള്ളവരുടെ ചതിയിൽ ഇനി ആരും പോയി പെടാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ നമ്മുടെ ചാനലിന് എന്തും സംഭവിക്കാം. നാളെ ഈ ചാനൽ അടിച്ചു കളയാം, എന്തും സംഭവിക്കാം. എന്നാൽ പോലും ഇങ്ങനെയുള്ള ഫ്രോഡുകൾ പുറത്തു വരണം. ഇങ്ങനെയുള്ള ഫ്രോഡുകളുടെ ഫ്രോഡ് തരങ്ങൾ പുറത്തു വരണം. നല്ലവനായ ഉണ്ണിയ. കണ്ടോ, ഞാൻ നിന്നെക്കാളും പ്രായം കുറവാണ്. വേറെ എന്തെങ്കിലും വേണോ? ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്രയധികം ആൾക്കാരോട് ചാറ്റ് ചെയ്യുക, ഇത്രയധികം ആൾക്കാരുടെ വീഡിയോസ് എടുത്ത് വെക്കുക. ഞാൻ എന്തായാലും ഇതിനകത്ത് പെൺകുട്ടികളുടെ ഫേസ് ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. എടാ, എനിക്ക് മാരേജിന് മുന്നേ കുറേ ഗേൾസൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര എന്താ പറയുക, ഇവനെ ഭയങ്കര ട്രസ്റ്റ് ചെയ്തു, ഭയങ്കര ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. ഞാനപ്പോൾ എന്തെന്നറിയോ, ഇത് സ്ക്രീൻഷോട്ട് സൈഡ് എടുത്തിട്ട് ഇവനെ അയച്ചു കൊടുക്കും. അപ്പോൾ ഇവൻ വിചാരിക്കും എല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജിനേക്കാളും കൂടുതലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ആ സമയത്ത് ഇങ്ങനെ കുറേ വട്ടം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവൻ ഓരോന്ന് ഞാൻ പറയുമ്പോൾ ഇവൻ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ആക്കും. അപ്പം ശരിക്കും നമ്മളെ പറ്റിക്കാൻ അറിയുന്ന ഒരാളാണ്. അങ്ങനെ അത്രയും ഡ്രാമ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാകുമ്പോൾ നമ്മളെ പലതും പറഞ്ഞ് പറ്റിക്കും. എൻ്റെ മാരേജിന് 1 വീക്ക് മുന്നേ എനിക്കിതുപോലെ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു. പക്ഷെ അത് ഫേക്ക് അക്കൗണ്ടായിരുന്നു. പക്ഷെ അതും ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഭയങ്കര ബ്ലൈൻഡായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ വേറെ ആര് പറയുന്നത് നമ്മൾ കേൾക്കത്തില്ല.
അപ്പോഴത്തെ ഒരു വാശിക്ക് നമ്മൾ എല്ലാം എടുത്തു ചാടിപ്പോവും. പിന്നീടാണ് പലതും മനസ്സിലാവുന്നത്. എന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ സിനിമ സ്റ്റൈൽ ലൈഫായിരുന്നു എനിക്കവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ഇവന്റെ തള്ളയും ഇവന്റെ പെങ്ങളും എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുന്നെന്ന് ഓർത്തോണം. എന്നിട്ടൊരു സൈക്കോ ആണോ, ഇപ്പൊ ഭയങ്കര സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാ. അതായത് സാധാരണ കല്യാണം കഴിക്കുമ്പോൾ ഹസ്ബൻഡ് വൈഫിനെ നല്ല രീതിക്ക് കെയർ ചെയ്യും, എല്ലാം വാങ്ങിക്കൊടുക്കും, നല്ലോണം സ്നേഹിക്കും, അങ്ങനെയൊക്കെയല്ലേ. ഇവനാണ് എൻ്റെ അടുത്ത് കാണിച്ചതിനൊക്കെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവന്റെ വീട്ടിൽ ഒരു 6 മാസം 7 മാസം ഞാൻ നിന്നിട്ടുള്ളൂ. ഈ ഇത്രയും നാളിൽ സാധാരണ മറ്റേ വേറൊരു സ്ഥലത്തു നിന്ന് ജോലിക്ക് വരുന്ന ബംഗാളികളില്ലേ, അതേപോലെ എന്നെ ഒരുപാടിട്ട് അവരവിടിട്ട് കുറെ കഷ്ടപ്പെടുത്തി. സോ ഇതുപോലുള്ള ആൾക്കാരുടെ ചതികളിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവൻ്റെയൊക്കെ ചതിയിൽ പോയി പെട്ടവരെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ അവരെ ഒരിക്കലും ന്യായീകരിക്കില്ല. കാരണം ഒരുത്തൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് ഇത്തരം പരിപാടികൾ ചെയ്യുമ്പോൾ അതിനകത്ത് പോയി വീണിട്ട് പിന്നെ കിടന്ന് കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിവേ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൊടുത്തോളൂ. ഒപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനും മറന്നു പോകരുത്.